ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴിയുടെ 11-ാമത്തെ ദിവസം. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ നടന്ന് നീങ്ങുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ 40 ദിവസം, 10 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, 11-ാമത്തെ ദിവസമായതേ ഉള്ളൂ. 40 ദിവസം നിങ്ങൾ എന്നെ കാണുകയാണ്. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. അപ്പം നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും ഞാനൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുകയാണ്. നിങ്ങളുടെ എത്ര പേരുടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടിയും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ ദിവസങ്ങളിൽ ഉയരുന്നതെന്ന് തിരിച്ചറിയുന്നു. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും പ്രാർത്ഥിക്കുക. നിങ്ങൾ നമ്മുടെ കാരുണ്യ വഴി ശുശ്രൂഷയുടെ 1-ാമത്തെ എപ്പിസോഡിൽ കേട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചില നോമ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. കരുണക്കൊന്തയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നുണ്ട് അച്ഛാ എല്ലാ ദിവസവും, പക്ഷേ കരുണക്കൊന്തയൊന്നും ചെല്ലുന്നില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ലാക്ക് ഓഫ് ഡിസ്പോസിഷനാണ്. ഒരു താല്പര്യത്തിൻ്റെ കുറവുണ്ട്. മറ്റതിന് എഫേർട്ട് എടുക്കണം. ഇത് നമ്മൾ ഇരുന്ന് കേൾക്കുന്നു, ശരിയാ, നിങ്ങളുടെ നന്മയാണ്, നിങ്ങളുടെ ഒരു എഫേർട്ടുണ്ട്, നിങ്ങളുടെ സമയം അതിനുവേണ്ടി വ്യയം ചെയ്യുന്നുണ്ട് ഈ ടോക്ക് കേൾക്കുമ്പോൾ. പക്ഷെ അതിനുപരി നിങ്ങളായിട്ടൊരു സമർപ്പണം അധികമായിട്ട് നടത്തണ്ടേ? അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ കരുണക്കൊന്ത ചെല്ലാൻ ഞാൻ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ കാരുണ്യ വഴി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ഫോൺ കോളെങ്കിലും ഷാലോമിൻ്റെ ഓഫീസിലേക്ക് എത്തണം. ഷാലോമിൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്കിതിനോട് ചേർത്ത് നൽകുന്നതാണ്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഈ കരുണക്കൊന്തയുടെ എണ്ണം അറിയിക്കണം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു താല്പര്യം, ഒരുമിച്ചൊരു മുന്നേറ്റം ഒക്കെ ആയിട്ട് മാറാൻ പോവാണ്. ഒരു തവണ നിങ്ങളത് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തതാ ബുദ്ധിമുട്ട്. ഒരു തവണ ഒന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയായി. ചിലരൊക്കെ എന്നെയും വിളിച്ച് ഏൽപ്പിക്കുന്നുണ്ട്, അച്ചോ ഇത്രയൊക്കെ ആയി, ഇത്രയും ദിവസമായി, ഇത്രയും കൊന്ത ചെല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കഴിവതും ഷാലോമിൻ്റെ ഓഫീസിൽ തന്നെ വിളിച്ച് അതറിയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നോമ്പ്. ഈ നോമ്പിന് നമുക്കറിയാം, നോമ്പെടുക്കുന്ന ചിലരുണ്ട്. എന്നോട് തന്നെ ഓൾറെഡി മെസ്സേജ് വന്നു കഴിഞ്ഞു, അച്ചോ നോമ്പൊക്കെ എടുത്തായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. ഇത്തവണ ഞാൻ പറഞ്ഞതനുസരിച്ച് പരമ്പരാഗത നോമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ കാർന്നവന്മാർ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ ഉപേക്ഷിച്ചാണ് നോമ്പ് എടുത്തിരുന്നത്. അത്രയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, എടുക്കാൻ പറ്റുന്നത് എടുക്കുക. പിന്നെ അധികം ഈ കാലത്തിൻ്റെ നോമ്പ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, മൂവീസ്, റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഷോപ്പിംഗ്, ഇതൊക്കെ നോമ്പെടുക്കാം. അപ്പം നമുക്കൊരു പ്രശ്നമുള്ളതേ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നോമ്പെടുത്തു, വിഭൂതി തിങ്കളാഴ്ച അല്ലെങ്കിൽ ലത്തീൻ സഭയിൽ വിഭൂതി ബുധനാഴ്ച നോമ്പെടുത്ത് തുടങ്ങി. ഒരാഴ്ചയൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. ഇതേ കാരുണ്യ വഴിയുടെ 11-ാമത്തെ ദിവസമായില്ലേ. 11-ാമത്തെ ദിവസം എത്തിയപ്പോൾ പ്രലോഭനം സഹിക്കാൻ വയ്യ ഒന്നുകിൽ, അല്ലെങ്കിൽ അറിവില്ലാതെ ഓർത്തില്ല, അങ്ങനെ സംഭവിക്കും. ഓർത്തില്ല, ഒരു വഴിക്ക് പോയി ഒരു വീട്ടിൽ ചെന്നു, ഇന്ന സാധനം വിളമ്പി, മീൻ വിളമ്പി, ഇറച്ചി വിളമ്പി, കഴിച്ചുപോയി. അയ്യോ, നോമ്പ് പൊട്ടിപ്പോയി. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ നമ്മളെന്താ ചെയ്യുന്നറിയാവോ? നോമ്പ് പൊട്ടി, ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ വിഷയമാണ് നമുക്ക്. പൊട്ടിയല്ലോ, സമാധാനമായി, ഇനി ബാക്കിയുള്ള മുഴുവൻ ദിവസവും ഇത് കഴിക്കാമല്ലോ. അങ്ങനെ വേണ്ട, ശ്രദ്ധിക്കാതെ പറ്റിയതല്ലേ, അല്ലെ, ഒരു നിമിഷത്തെ ബലഹീനത കൊണ്ടൊന്ന് വീണ് പോയതല്ലേ, തിരിച്ചു പിടിച്ചു. പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇനി നോമ്പില്ലെന്ന് പറയുമൊന്നും വേണ്ട. അതെന്തിനാ, ആരെ ബോധിപ്പിക്കാനാ? കർത്താവിനറിയാമല്ലോ നമ്മളെ, കർത്താവ് നമ്മളെ കാണുന്നില്ലേ. അപ്പോൾ ഒരു വേള ഒന്ന് പൊട്ടി, നോമ്പ് മുറിഞ്ഞു പോയി, സാരമില്ല, വീണ്ടും അതേ ട്രാക്കിലേക്ക് തിരിച്ചു വരിക, നോമ്പിൻ്റെ ട്രാക്കിലേക്ക്. ഇടയ്ക്കൊന്ന് നോമ്പ് മുറിഞ്ഞു പോകുന്നത് ഒരു ലൈസൻസായിട്ടെടുത്ത് ഇനി നോമ്പില്ല, രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ ജീവിക്കരുത്, നോമ്പെടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഞാൻ അങ്ങ് അടക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ നമ്മളെന്താ, പത്രോസിൻ്റെ കൂട്ടുപിടിച്ചു അല്ലേ. പത്രോസും നമ്മളുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയായിരുന്നു. പത്രോസ് അകലെയായി ഈശോയെ അനുഗമിച്ചു. ഇന്നലെ 2 വാക്യങ്ങൾ ശരിക്കും നമ്മൾ 54ഉം 55ഉം വാക്യങ്ങൾ ധ്യാനിക്കാനിരുന്നതാണ്. പക്ഷേ നമ്മൾ 54-ാം വാക്യം വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ നമ്മുടെ സമയമെത്തി. അതുകൊണ്ട് 55-ാമത്തെ വാക്യം, ഏത്, ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 55-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ബൈബിൾ എടുക്കാം, വായിക്കാം, അടിവരയിടാം.
55 വാക്യം ഇങ്ങനെയാണ്: അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. ഇതിനകത്തൊരു ചോദ്യം വരുന്നുണ്ട്. ബൈബിളിലേക്ക് നോക്കിയിരിക്കണേ, ഇടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കണം, ഇടയ്ക്ക് ബൈബിളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇതിനകത്ത് ഇതാരാണ് ഈ അവർ? അവർ നടുമുറ്റത്ത് തീ കൂട്ടി, അവർ അതിന് ചുറ്റും ഇരുന്നു, പത്രോസ് അവരുടെ കൂടെ ഇരുന്നു. ഇതാരാണ് ഈ അവർ? പത്രോസ് ആരുടെ കൂടെയായിരുന്നത്? ആ അവർ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സർവനാമമല്ലേ, അത് മനസ്സിലാക്കണമെങ്കിൽ പുറകോട്ട് പോകണ്ടേ? പുറകോട്ട് പോകുക. 54 വാക്യം, അവിടെയും നമ്മൾ കാണുന്നു അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി ആരാണ് ഈ അവർ? തപ്പിയെടുക്കാൻ വേണ്ടി പിന്നെയും പുറകോട്ട് വരണം. അതപ്പോഴേക്കും 53 വാക്യം, ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങളെന്നെ പിടിച്ചില്ല. അപ്പോൾ ഈശോ ആരോട് സംസാരിക്കുകയാണ്? ആ നിങ്ങളാകാൻ സാധ്യതയുണ്ട് ഈ അവർ. തൊട്ട് പുറകിലത്തെ വാക്യത്തിൽ 52 വാക്യത്തിൽ ആരാണീ അവർ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 52 വാക്യം, അപ്പോൾ ഈശോ തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു. അപ്പോൾ ഇവരാരാണ്? പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. അവരാണ് ഈ അവർ. ഈ 3 കൂട്ടരാണ് ഈ അവർ. ആ അവരുടെ കൂടെയാണ് പത്രോസ് തീ കൂട്ടി അതിൻ്റെ ചുറ്റും ഇരുന്നത്. ഈ അവർക്കുള്ള വിശേഷണം എന്താണ്? 52 വാക്യം നോക്കിക്കേ. അപ്പോൾ ഈശോ തനിക്കെതിരായി വന്ന. അപ്പം ഇവരുടെ വിശേഷണം എന്താ? ഈ ദേവാലയ സേനാധിപന്മാരുടെ, ഈ പ്രമുഖന്മാരുടെ, ഈ ജനപ്രമാണികളുടെ ഒക്കെ വിശേഷണം എന്താ? ഈശോയ്ക്കെതിരെ നിന്നവരാണ് ഇവർ. അപ്പോൾ ഇനി തിരിച്ചറിഞ്ഞേ. അപ്പോൾ പത്രോസ് ആരുടെ കൂടെയാണ് ഇരുന്നത്? ഈശോയ്ക്കെതിരായി നിൽക്കുന്നവരുടെ കൂടെ പത്രോസ് പന്തിയിലിരുന്നു. ഈശോയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരുടെ കൂടെ പത്രോസ് ഇരുന്നു. ഭയങ്കര ചിന്തയാണത്. ഈശോയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും? ദൈവനിഷേധമായിരിക്കും. ദൈവജനമേ ഓർത്തിരിക്കണേ, ദൈവനിഷേധികളുടെ കൂടെ പന്തിയിലിരുന്നാൽ അതിൻ്റെ അവസാനം നമ്മളും എന്തായിട്ട് മാറും? നമ്മളും ദൈവനിഷേധികളായിട്ട് മാറും. അത് തന്നെയല്ലേ പത്രോസിന് പറ്റിയത്? ഒരിക്കലും പത്രോസ് അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് പത്രോസ് അവിടെ ഇരുന്നു? എന്തുകൊണ്ടാണ് പത്രോസ് ഈശോയെ എതിർത്തവരുടെ കൂടെ പോയിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണത്? അവിടെ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് മിക്കവാറും വൈകുന്നേര നേരമാണ്, തണുപ്പുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഈ ചൂട് കായലിൻ്റെ ഒരു സുഖമുണ്ട്. ചൂട് കായലിൻ്റെ ഒരു സുഖം. ആകപ്പാടെ വെപ്രാളപ്പെട്ട് പരിഭ്രാന്തി പിടിച്ചിരിക്കുക പത്രോസ്. ആ നേരത്ത് ഒരു മൊമെൻ്ററി കംഫേർട്ട് കിട്ടും അവിടെ പോയിരുന്നാൽ. അപ്പോൾ പത്രോസ് അതാ ചെയ്തത്. അപ്പോൾ ഒരു ഇത്തിരി സുഖത്തിൻ്റെ ചൂട് തേടി, ശ്രദ്ധിച്ചേ, ഇത്തിരി സുഖത്തിൻ്റെ ചൂട് തേടി ദൈവനിഷേധികളുടെ പന്തിയിൽ പോയി പത്രോസ് ഇരുന്നപ്പോൾ അവനും ദൈവനിഷേധിയായിട്ട് മാറി. അതുകൊണ്ട് നമുക്കിന്നുള്ള ധ്യാനവും വിചിന്തനവും എന്താണ്? ഒരിക്കലും ദൈവത്തെ നിഷേധിക്കുന്നവരുടെ പന്തിയിൽ പോയി ഇരിക്കരുത്. ദൈവത്തെ നിഷേധിക്കുന്നവരുടെ, കർത്താവ് തമ്പുരാനെ എതിർക്കുന്നവരുടെ പന്തിയിൽ പോയി ഇരിക്കരുത്. അവരോട് കൂട്ടുകൂടരുത്. അപ്പം നമ്മൾ പറയും, അച്ചോ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവരെയൊക്കെ നന്നാക്കി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. നമ്മൾ ഓർക്കേണ്ടതേ, പത്രോസ് പോലും വീണുപോയായിരുന്നു. വീണുപോയി. ഇവർക്കൊരു ആഭിമുഖ്യമില്ലാത്തിടത്തോളം കാലം അവരാ നേരത്തും കർത്താവിനെ എതിർക്കുന്നവരും കർത്താവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. ആ നേരത്ത് നമ്മൾ വിവേകം ഉപയോഗിക്കണം. നമ്മൾ കളങ്കപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളൊരു പ്രോപ്പർ അകലം പാലിക്കണം. ഇവിടെ എന്താ പത്രോസിന് പറ്റിയത്? പത്രോസ് കർത്താവിൽ നിന്ന് അകലം പാലിച്ചിട്ട് കർത്താവിനെ നിഷേധിക്കുന്നവരുടെ സാമീപ്യം തേടി. ശ്രദ്ധിച്ചേ, പത്രോസ് കർത്താവിൽ നിന്ന് അകലം പാലിച്ചിട്ട് കർത്താവിനെ നിഷേധിക്കുന്നവരുടെ സാമീപ്യം തേടി. ഇതാണ് അപകടം. ഈശോയിൽ നിന്ന് അകലമിട്ട് തുടങ്ങുമ്പോൾ പതുക്കെ നമ്മൾ കൂട്ടുകൂടി തുടങ്ങുന്നത് കർത്താവിനെ എതിർക്കുന്നവരോടാകും. ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഇടവകകളിലേക്ക് നോക്കിയാൽ മതി. ഒരല്പം ഈശോയിൽ നിന്ന് അകലം പാലിച്ചു, വികാരിച്ചനുമായിട്ടുള്ള ചെറിയ ക്ലാഷ് വല്ലതും ആയിരിക്കും.
അച്ഛനോടൊരു അല്പം എന്തെങ്കിലും ഒരു എന്താ പറയേണ്ടത്, സ്വരച്ചേർച്ചയില്ലായ്മ, അഭിപ്രായ ഭിന്നത ഉണ്ടായി കാണും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുർബാനയിൽ നിന്ന് അകന്നു, അതിൻ്റെ പേരിൽ നമ്മൾ കൂദാശകളിൽ നിന്ന് അകന്നു. എന്ത് പത്രോസിന് പറ്റിയതുപോലെ ഈശോയിൽ നിന്ന് ഒരകലം പാലിച്ചു. നമ്മൾ അങ്ങനെ അകലം പാലിച്ചു തുടങ്ങുമ്പോൾ പിന്നെ നമ്മളോട് കൂട്ടുകൂടാൻ പോകുന്നവരെന്നറിയാവോ? പിന്നെ നമ്മൾ കൂട്ട് തേടുന്ന ആരുടെയാണെന്നറിയാവോ? കർത്താവിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടിൽ നമ്മൾ ചെന്ന് പെടും. അത് ഉറപ്പാണ്. പിന്നെ പതുക്കെ ആ നാട്ടിലെ ഏറ്റവും വലിയ ദൈവനിഷേധിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. കർത്താവിൽ നിന്ന് അകലമിടരുത്. അത് കിട്ടുന്നത് എന്ത് ചൂടിൻ്റെ സുഖമാണെങ്കിലും. ഇവിടെ തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ചുറ്റും വട്ടം ഇരുന്നപ്പോൾ അതിനോട് ചേർന്ന് പോയിരുന്നത് പോലെ എന്ത് കംഫേർട്ട് കിട്ടുമെന്നുള്ള ഓഫർ വന്നാലും കർത്താവിനെ നിഷേധിക്കുന്നവരുടെ പന്തിയിൽ പോയി ഇരിക്കരുത്. ദൈവജനമേ, ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അത് റിയൽ വേൾഡിലും വെർച്വൽ വേൾഡിലും. ഇന്ന് നമുക്കൊക്കെ ഒരു റിയൽ പ്രസൻസുമുണ്ട്, ഒരു വെർച്വൽ പ്രസൻസുമുണ്ട്. നമുക്കറിയാതെ നമ്മൾ ശരീരത്തിൽ ബോഡിലി പ്രസൻസ്, നമ്മളിതേ കൺമുമ്പിൽ കാണുന്നവർ. പിന്നെ വെർച്വൽ പ്രസൻസ്, ഒരു സൈബർ വേൾഡിൽ നമുക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. വെറുതെ ചിന്തിച്ച് നോക്കുകയാണ്, നമ്മൾ ഈ അംഗമായിരിക്കുന്ന എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും ശരിക്കും നമുക്ക് വേണോ? ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത ചോദിച്ചെന്നേ ഉള്ളൂ. ഈ നമ്മൾ അംഗമായിരിക്കുന്ന എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും നമുക്ക് വേണോ? ഇനി നല്ലതാണെങ്കിൽ പോട്ടെ, നന്മ പങ്കുവയ്ക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളാണെങ്കിൽ പോട്ടെ, സുവിശേഷം പങ്കുവയ്ക്കുന്ന, കർത്താവിനെ കുറച്ചുകൂടി അടുത്തറിയാൻ സഹായിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളാണെങ്കിൽ നല്ല കാര്യം. അതല്ലാതെ ദൈവനിഷേധത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന, കർത്താവിനെയും അവൻ്റെ സഭയെയും അവൻ്റെ സുവിശേഷകരെയും അപമാനിക്കുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളിൽ, വിമർശനങ്ങളുടെ ശരങ്ങൾ മാത്രം എയ്തുവിടുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ സൈലൻറ്റ് പാർട്ട്ണറായിട്ട് കയറിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചിലർ ചോദിക്കാറുണ്ട്, അച്ചോ ഞാനവിടെ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ അച്ഛാ, അവന്മാരെന്താ പറയുന്നതെന്ന് അറിയണ്ടേ? ഞാനൊന്നും പറയുന്നില്ല, ഞാനൊരു മെസ്സേജും ഒന്നിനും ഞാൻ തംസപ്പ് ഇടുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഞാൻ എല്ലാം കാണുന്നതേ ഉള്ളൂ. വേണ്ടെന്നേ. തിന്മയുടെ ഇടത്തിൽ പോയി വട്ടമിരുന്നാൽ പതുക്കെ ആ തിന്മ നമ്മളെ സ്വാധീനിക്കും. ഇതങ്ങനൊരു അപകടമുണ്ട് തിന്മയ്ക്ക്. പിശാച് പ്രലോഭകനാണ്, തിന്മ കൗതുകകരമാണ്. തിന്മയ്ക്ക് നമ്മളെ ഇങ്ങനെ വലിച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒരു വട്ടം ഒന്ന് എത്തി നോക്കിയാൽ മതി, പിന്നെ അടപടലം വലിച്ചുകൊണ്ട് പോകും. കടൽ പോലെയാണ്. ചില കടലിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇറങ്ങിപ്പോകരുത്, ഇറങ്ങി വലിച്ചുകൊണ്ട് പോകും. അതുപോലെയാണ് ചിലപ്പോൾ തിന്മ, പാപം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ റിയൽ വേൾഡിലും നമ്മുടെ വെർച്വൽ വേൾഡിലും നമ്മൾ ആരോട് കൂട്ടുകൂടുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അപ്പന്മാരൊക്കെ നമ്മളെ വളർത്തിയപ്പോൾ അവരെത്ര ശ്രദ്ധയോടെയാണ് നമ്മുടെ കൂട്ടുകെട്ടുകളെ നിരീക്ഷിച്ചിരുന്നത്. ഓർക്കുന്നില്ലേ? പണ്ട് കാലത്ത് നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തരുമായിരുന്നു, അവനോടധികം കൂട്ടു വേണ്ട. എന്താ കാര്യം? അത് അവനെ തീർത്ത് മോശക്കാരനാക്കുമൊന്നുമല്ല. എടാ, അവനോട് കൂട്ടുകൂടി ചിലപ്പോൾ നിനക്ക് ആ ചായ്വ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് റിസ്ക് എടുക്കണ്ട, നീ തൽക്കാലം റിസ്ക് എടുക്കണ്ട. അവിടെ നമ്മൾ ഈ വിവേകം മറന്നിട്ടുള്ള കരുണ കാണിക്കാൻ പോകരുത്. അതുകൊണ്ടാണ് വിവേകമതികളായ കന്യകളുടെ ഉപമയിൽ ഈ എണ്ണ അങ്ങനെയാണെങ്കിൽ പകർന്നു കൊടുത്തേനല്ലോ അവർ ചോദിച്ച പാടെ തീർന്നു പോയപ്പോൾ പാടില്ല. ചില നേരങ്ങളിൽ ഒരു ജാഗ്രതയുടെ അകലം പാലിക്കണം. ചില ബന്ധങ്ങളോട്, ചില സൗഹൃദങ്ങളോട്, കൂട്ടിനോട് ഒക്കെ ജാഗ്രതാപൂർവമുള്ള ഒരു അകലം പാലിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയണേ ദൈവജനമേ. വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ട പാഠമാണ്. ഈ ചിന്ത ബൈബിളിൽ ആകമാനം ഉണ്ട് കേട്ടോ. സങ്കീർത്തനം നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട പുസ്തകമല്ലേ സങ്കീർത്തനം 1-ാം അധ്യായം എടുത്തേ, ബൈബിൾ എടുക്ക്, അടിവരയിട്ട് വെക്ക്. 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ? 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം കേൾക്കാൻ പോകരുത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പത്രോസ് പോയി അവരുടെ വർത്തമാനമൊക്കെ, അവന്മാർ പറഞ്ഞ വർത്തമാനം എന്തായിരിക്കും? കർത്താവിനെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടായിരിക്കും ആ വട്ടം കൂടിയിരുന്ന അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ പോയി അവരുടെ ഉപദേശം കേൾക്കാനിരിക്കാൻ പാടില്ല. രണ്ട് പാപികളുടെ വഴിയിൽ വ്യാപരിക്കരുത്, പാപികളുടെ വഴിയിൽ നടക്കരുത്. അടുത്തത്, പരിഹാസകരുടെ പീഠങ്ങളിൽ, അവർ വലിച്ചു നീട്ടി ഇട്ടു തരുന്ന കസേരയിൽ പോയിരിക്കരുത്. പിന്നെന്തായിരിക്കണം? ആനന്ദം, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലായിരിക്കണം. കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കണം. ഡിപ്ലോമസിയാണ് നമ്മൾ പറയുന്നത്, നയതന്ത്രജ്ഞത. എല്ലാവരുടെയും കൂടെയൊക്കെ
എല്ലാവരുടെയും കൂടെ അങ്ങ് മെഴുകി ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാം. അതാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന നയതന്ത്രജ്ഞത. അരുത്. ആ നയതന്ത്രജ്ഞത നമ്മളെ കെണിയിൽ വീഴ്ത്തും. ആ നയതന്ത്രജ്ഞത തിന്മയുടെ കെണിയാണെന്ന് ഓർക്കണേ. അതിലേക്ക് പോയി ചാടിക്കൊടുക്കരുത്. വിശുദ്ധമായ ജാഗ്രതയുള്ള ഒരകലം പാലിക്കാൻ നമുക്കെപ്പോഴും ശ്രദ്ധയുണ്ടാകണം. ഇന്ന് ഈ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങളെടുക്കേണ്ട തീരുമാനം, നിങ്ങൾക്കറിയാം ചില സൗഹൃദങ്ങൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട്. അവനോട് മിണ്ടിയാൽ 5-ാമത്തെ മിനിറ്റിൽ ഞാൻ കെട്ട വർത്തമാനം പറയാൻ തുടങ്ങും. അവനോട് മിണ്ടിയാൽ സംസാരിച്ചതിൻ്റെ 5-ാമത്തെ മിനിറ്റിൽ എൻ്റെ വായിൽ നിന്ന് വല്ലവരുടെയും കുറ്റം പറഞ്ഞു തുടങ്ങും. അതിനനുസരിച്ച് അവൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു തരും. അപ്പോൾ എന്തു ചെയ്യണം? ഇനി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നേ. ആ കൂട്ടിനി വേണ്ട. ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ സ്കൂളിലേക്ക് തപ്പിയെടുത്തതായിരിക്കും. നല്ലതല്ല പങ്കുവെക്കുന്നതെങ്കിൽ നമുക്കിനി അത് വേണ്ട. ഒരു എക്സിറ്റ് ഓപ്ഷൻ ഇല്ലേ? അടിക്കുന്നൊരു എക്സിറ്റ്. നമുക്ക് പുറത്തിറങ്ങാമെന്ന്. പത്രോസ് പോയി പന്തിയിലിരുന്നത് പോലെ ദൈവനിഷേധകരുടെ പന്തിയിൽ ഇനി നമുക്ക് ഇരിക്കാതിരിക്കാം. ഇനിയുമുണ്ട് വാക്യം 2 Korinthos 6:14. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ വരും നിങ്ങൾക്ക്. ആ കൺഫ്യൂഷൻ ഇപ്പം തന്നെ ഞാൻ മാറ്റിത്തരാം. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കിക്കേ. 2 Korinthos 6:14. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നേരെ കാര്യം പറഞ്ഞിരിക്കുക പൗലോസ്ലീഹ. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? ഇതിനകത്ത് എന്ത് കൂട്ടുകെട്ടാ ഉള്ളത്? നീതിയും അനീതിയും തമ്മിൽ എന്ത് കൂട്ടുകെട്ട്? അടുത്തത്, പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? അതാണ് മനസ്സിലാകാത്തത്. പൗലോസ് ചോദിക്കുന്നത് അതാണ്. ഇതിനകത്ത് എന്ത് കൂട്ടാ ഉള്ള? നീതിയും അനീതിയും തമ്മിൽ, പ്രകാശവും അന്ധകാരവും തമ്മിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു വാക്ക് നമ്മളെ കൺഫ്യൂഷനിലാക്കും. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. അപ്പം നമുക്ക് സ്വാഭാവികമായി ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും നെറ്റി ചുളിയും അച്ഛൻ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത്? നമ്മൾ ഈ പല വിധത്തിലുള്ള മതസൗഹാർദ്ദത്തിൽ മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ അത്? നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതര മതസ്ഥരോട് എല്ലാ കാലത്തും ബഹുമാനത്തോടെയും ആദരവോടെയും തന്നെ പെരുമാറണം. അവരെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് അകത്തുള്ള ദൈവനിഷേധികളെക്കുറിച്ചാണ്. അത് പൗലോസ്ലീഹ നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തൊട്ട് മുമ്പത്തെ വാക്യം കേട്ടിട്ട് ഉടനെ കൺഫ്യൂസ്ഡ് ആകാൻ നിൽക്കരുത്. അടുത്ത വാക്യം കേട്ടോ. കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. 1 Korinthos 5:9 മുതലുള്ള ആ പാരഗ്രാഫ് ഫുള്ള് അതൊരു പ്രസംഗം പോലെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരാവർത്തി ശ്രദ്ധയോടെ വായിച്ച് കേട്ടാലും തെറ്റില്ല. നിങ്ങളും ബൈബിളിൽ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കണേ. എവിടെയാണ് പൗലോസ്ലീഹ ഈ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. കാരണം തൊട്ട് മുമ്പ് 2 Korinthos 6:14 നമ്മൾ കേട്ടു അവിശ്വാസികളുമായി കൂട്ടുകൂടരുത്. അപ്പം എന്നിട്ട് ചോദിക്കുന്നത്, നീതിയും അനീതിയും തമ്മിൽ എന്ത് ബന്ധം? പ്രകാശവും അന്ധകാരവും തമ്മിൽ എന്ത് കൂട്ട്? കറക്റ്റാണ് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ ഇതാരാണിത്? അപ്പോൾ ഒരു മതസ്പർദ്ധയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? പൗലോസ്ലീഹ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് അല്ല. അത് വ്യക്തമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. 9-ാം വാക്യം തൊട്ട് പൗലോസ്ലീഹ പറയുന്നതാണ്, വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. പൗലോസ്ലീഹ അല്ലേ വളരെ പാസ്റ്ററൽ ഓറിയന്റേഷനോടെ പറഞ്ഞിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് പറയുകയാണ്, ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. ലോകത്തുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടില്ല. ബാക്കി അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. അതായത് നന്മയുള്ളവരോട് മാത്രം കൂട്ടുകൂടാൻ പോയിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വരുമായിരുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, പ്രത്യത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ. ആര്? സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, വിശ്വാസി എന്ന് പറയുന്നവൻ, ക്രിസ്ത്യാനി എന്ന് പേരുള്ളവൻ, അവനെ കൂടുതൽ സൂക്ഷിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, ഈശോയിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവൻ. ബാക്കി അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനുമായിട്ട് കൂട്ടുപാടില്ല. അപ്പം മറ്റുള്ളവരുമായിട്ടോ? അവരുടെ കാര്യം എങ്ങനെയാ? പുറത്തുള്ളവരുടെ കാര്യം എങ്ങനെയാ? അത് പറഞ്ഞിട്ടുണ്ട്. പുറമേ ഉള്ളവരെ വിധിക്കാൻ എനിക്കെന്തു കാര്യം? പുറമേ ഉള്ളവരെ, കർത്താവിനെ അറിയാത്തവരെ വിധിക്കാൻ എനിക്കെന്തു കാര്യം? കർത്താവിനെ അറിഞ്ഞിട്ടും ഇവരതാ
ഈ പത്രോസ് കൂടെ ഇരുന്നവർ കർത്താവിനെ കണ്ടറിഞ്ഞവരാണ്, എന്നിട്ടും അവർ കർത്താവിനെതിരെ നിന്നു. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നതാണ്, പുറമേ ഉള്ളവരെ വിധിക്കാൻ, കർത്താവിനെ അറിയാത്തവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? കർത്താവിനെ അറിഞ്ഞിട്ടും അസന്മാർഗി, കള്ളൻ, മദ്യപാനി ഒക്കെ ആയിട്ട് നിൽക്കുന്നവരോട് സംസർഗമരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്നിട്ട് പറയുന്നു, സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്, പുറമേ ഉള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും. എന്ത് കൃത്യമായിട്ടാണ് പൗലോസ്ലീഹ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. പുറത്തുള്ളവരെ വിധിക്കാൻ ഞാൻ ആര്? സഭയിലുള്ളവരുടെ കാര്യമല്ലേ ഞാൻ നോക്കേണ്ടത്, പുറത്തുള്ളവരെ ദൈവം വിധിച്ചോളും. കാര്യങ്ങൾ ക്ലിയറായി. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, തിന്മ സ്പ്രെഡ് ചെയ്യുന്നവരുടെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വിഷം തുപ്പുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത്. ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞും പോയിരിക്കേണ്ട. നമ്മളറിയാതെ ഈ വിഷം നമ്മുടെ സിരകളിലേക്ക് കയറും. സിരകളിലേക്ക് കയറി അവസാനം നമ്മുടെ നാവിലും ആ വിഷമെത്തും. നമ്മുടെ നാവിൽ നിന്ന് ആ വിഷം നമ്മൾ സ്പിറ്റ് ഔട്ട് ചെയ്യും. അതാണ് പത്രോസിന് പറ്റിയത് എന്നോർക്കണേ. അതുകൊണ്ട് നമുക്ക് ദൈവനിഷേധികളുടെ സൗഹൃദങ്ങൾ വേണ്ട, ദൈവനിഷേധികളുടെ പന്തിയിൽ ഇരിക്കരുത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക്, നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ സൗഹൃദങ്ങളെ, നമ്മുടെ റിയലായിട്ടുള്ള സൗഹൃദങ്ങളെ, നമ്മുടെ സൈബർ വേൾഡ്, നമ്മുടെ വെർച്വൽ പ്രസൻസ്, അതിനെയൊക്കെ ആത്മശോധന ചെയ്യണം. ഇന്ന് ഈ ടോക്ക് കേട്ടിട്ട് അത്ര വെടിപ്പല്ലാത്ത 2 വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റിയെങ്കിൽ മതിയെന്ന്. എന്ത് നല്ല കാര്യം അത്. അതാണ് നമുക്കെടുക്കാവുന്ന പ്രാക്ടിക്കൽ തീരുമാനം. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നെ ക്രിസ്ത്യാനി എന്ന നിലയിൽ വളർത്തുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ, കേവലം അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ വളർത്തുന്നില്ലെങ്കിൽ എന്തിനാണ് ഞാൻ ആ കൂട്ടിൽ പോയിരിക്കുന്നത്? എന്തിനാണ് ഞാൻ ആ കൂട്ടുകെട്ടിൽ പോയിരിക്കുന്നത്? അവിടെ നിന്ന് ഇറങ്ങാമല്ലോ എനിക്ക്. ആ എക്സിറ്റ് അടിക്കുക. അത്തരമൊരു പ്രാക്ടിക്കൽ തീരുമാനം നമുക്കിന്ന് എടുക്കാം. ഈ വിചാരങ്ങളോടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ഇന്നത്തെ പ്രവൃത്തി. വിവിധ മേഖലകളിലുള്ള നമ്മുടെ സൗഹൃദങ്ങളെ ആത്മശോധന ചെയ്യുക. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിൺദീപമേ, ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിൻ ദിവ്യ സ്നേഹം നുകരാ ഒരു മനസ്സായൊന്നു ചേരാ. സുഖവും ദുഃഖവും പങ്കിടുവാൻ തുണയേകണമേ നാഥാ. തുണയേകണമേ നാഥാ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഈശോയെ, പരിശുദ്ധനെ, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 11-ാം നാൾ തിരുമുമ്പാകെ നിന്റെ ജനം നിന്നു പ്രാർത്ഥിക്കുമ്പോൾ കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈശോയെ, ഈ ദിവസങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അധികമായി അനുഭവിക്കട്ടെ. നിന്റെ സ്നേഹം ഞങ്ങൾ അധികമായി അനുഭവിക്കട്ടെ.
നിൻ്റെ സംരക്ഷണവും കരുതലും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അധികമായി വെളിപ്പെടട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. 2 ദിവസമായി പത്രോസിൻ്റെ തള്ളിപ്പറയലിൻ്റെ രംഗമാണ് ഞങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ പത്രോസ് അകലെയായി നിന്നെ അനുഗമിച്ചത്, അകലമിട്ടുള്ള അനുഗമനത്തിൻ്റെ അപകടം തിരുമുമ്പാകെ ഞങ്ങൾ ധ്യാനിച്ചു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത്, അവൻ അവരുടെ കൂടെ ഇരുന്ന് തീ കാഞ്ഞു എന്നതാണ്. ആരുടെ കൂടെ? നിന്നെ നിഷേധിക്കുന്നവരുടെ, നിന്നെ എതിർക്കുന്നവരുടെ കൂടെ പത്രോസ് ഒരുമിച്ചിരുന്നു. ഈശോ, ഞങ്ങൾ തിരിച്ചറിയുന്നു, അകലമിട്ടുള്ള എല്ലാ അനുഗമനങ്ങളും ദൈവനിഷേധികളുടെ പന്തിയിലിരിക്കാൻ കാരണമാകും. ഈശോയെ, നിന്നെ എതിർക്കുന്നവരുടെ പന്തിയിൽ ഞങ്ങളിരിക്കുമ്പോൾ അത് കലാശിക്കുന്നത് നിന്നോടുള്ള നിഷേധത്തിലും തള്ളിപ്പറയിലുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവേ, പത്രോസിനെ പോലെ ഞങ്ങളും ചില നേരങ്ങളിൽ ആ നേരത്തിൻ്റെ ഒരു കംഫർട്ട് ഓർത്ത്, ആ നേരത്ത് ആരെയും വെറുപ്പിക്കണ്ട എന്നോർത്ത് ദൈവനിഷേധികളുടെ കൂടെ സംഘം ചേർന്ന് പോകുന്നുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ. ഈശോ, ഇന്ന് തിരുമുമ്പാകെ ഇരുന്ന് ഞങ്ങളുടെ സൗഹൃദങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങൾ ആത്മശോധന ചെയ്യട്ടെ. കർത്താവിനെ വെറുക്കുന്നവരുടെ കൂടെ ഞങ്ങൾ ഒരിക്കലും കൂട്ടുചേരാതിരിക്കട്ടെ. അവരോട് കൂട്ടുചേർന്ന് അവരെ കൂടെ നന്നാക്കിയെടുക്കുമെന്ന അമിത ആത്മവിശ്വാസം ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവേ, ശിഷ്യപ്രമുഖനായ പത്രോസ് പോലും വീണു പോയിടത്ത് ഞങ്ങളെ കൊണ്ടൊരു പക്ഷേ ആകില്ലെന്ന് തിരിച്ചറിഞ്ഞ് ചില ബന്ധങ്ങളോട്, ചില സൗഹൃദങ്ങളോട്, അത് ഞങ്ങളുടെ റിയൽ ലൈഫിലുള്ളതും ഞങ്ങളുടെ വെർച്വൽ സൈബർ ലോകത്തുള്ള സൗഹൃദങ്ങൾ, ഞങ്ങളെ വളർത്താത്ത, ഞങ്ങളുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന, ഈശോയെ തള്ളിപ്പറയാൻ കാരണമാക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ, അവരുടെ പന്തിയിൽ നിന്ന് എഴുന്നേറ്റു മാറാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഈശോ, ഞങ്ങൾക്ക് നീ മതി, നിൻ്റെ കൂട്ടുമതി. നിന്നെ ആരാധിക്കുന്നവരുടെ, നിന്നെ വണങ്ങുന്നവരുടെ സംഘത്തിൽ ഞങ്ങളെന്നും ചേർന്ന് നിൽക്കട്ടെ. കർത്താവേ, തീക്കായലിൻ്റെ സുഖം തേടി പത്രോസ് ആ സംഘത്തിലിരുന്നു. തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ മടിച്ച് പത്രോസ് ആ സംഘത്തിലിരുന്നു. അതേ പിഴവുകൾ ഞങ്ങളും ആവർത്തിക്കുന്നു. തീക്കായലിൻ്റെ ചില ഇത്തിരി സുഖങ്ങൾ തേടി ഞങ്ങളും ചിലയിടങ്ങളിലേക്ക് പോയിരിക്കുന്നു. ചില തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് ചാഞ്ഞു പോകുന്നു. ഞങ്ങളോട് പൊറുക്കണേ കർത്താവേ. ദൈവജനമേ, തിരുമുമ്പാകെ മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും ചെറുതായിട്ട് തുറന്നു പിടിച്ച് നമ്മൾ പാടിയ പാട്ട്, അനുപമ സ്നേഹ ചൈതന്യമേ, യഥാർത്ഥ സ്നേഹം നീ തന്നെയാണല്ലോ കർത്താവേ. അവസാനമില്ലാത്ത സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം എന്നോട് കാട്ടുന്നവൻ നീ തന്നെയാണല്ലോ കർത്താവേ. നിന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ ഞാൻ ചെന്നുപെട്ടു പോകുന്ന ചില പൊട്ടക്കിണറുകളെ തിരിച്ചറിഞ്ഞ് തിരികെ നിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ എന്നെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപാടി അവൻ്റെ കരുണയെ നമുക്ക് ധ്യാനിക്കാം. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്ക് പ്രത്യാശയും നീ. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്ക് പ്രത്യാശയും നീ. വഴിയും സത്യവും ജീവനുമായി നീ വന്നിടണമേ നാഥാ. വന്നിടണമേ നാഥാ.
സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഈശോയുടെ കരുണയെ ധ്യാനിക്കാം. കർത്താവിൽ നിന്ന് അകലം പാലിച്ച് ഈശോയെ നിന്നെ നിഷേധിക്കുന്നവരുടെ കൂടെ സംഘം ചേർന്ന നേരങ്ങളെ ഓർത്ത് ധീരതയോടെ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയാതെ പോയ നേരങ്ങളെ ഓർത്ത് അനുദപിച്ച് നിന്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളെ പ്രതി ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ കരുണയ്ക്കായി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ
തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സങ്കീർത്തനം 1:1 ഞങ്ങളിൽ പൂർത്തിയാകട്ടെ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. കർത്താവേ, എന്നും നിന്നിലും നീ പഠിപ്പിച്ച പാഠങ്ങളിലും ആനന്ദിക്കുവാൻ, മറ്റുള്ളവയിൽ ആനന്ദം തേടാതെ നിന്നിൽ ആനന്ദം തേടാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് യാചിച്ച് നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. യേശുനാഥാ നീൻ ദൈവം, യേശുനാഥാ നീൻ ആശ്രയം, യേശുനാഥാ നീൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീൻ ദൈവം, യേശുനാഥാ നീൻ ആശ്രയം, യേശുനാഥാ നീൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ.